ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ബീഫ് കറി വെക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അതിന് വേണ്ടി 2 ഉള്ളി, 1 തക്കാളി, കുറച്ച് ചെറിയ ഉള്ളി, പിന്നെ ബീഫ് ഉപ്പും മുളകും മഞ്ഞളും ഇട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എടുത്തിരിക്കുന്നത് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇത് ഗ്രൈൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഗ്രൈൻഡ് മീൻസ് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ അടുപ്പത്ത് ചട്ടി ചൂടാവുമ്പോൾ എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് പെരുംജീരകവും ഏലക്കയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ചെറുതായി ഒന്ന് ചൂടായി പൊട്ടി വരുമ്പോൾ നമ്മൾ നെക്സ്റ്റായിട്ട് ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം ഉള്ളി ആഡ് ചെയ്ത് അതൊന്ന് ജസ്റ്റ് ഒന്ന് വാടി ഗോൾഡൻ ബ്രൗൺ ആയിട്ട് വരണം. വേഗം വാടാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഇപ്പം ഉപ്പ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വിട്ടുപോയിട്ടുണ്ട്. അത് കുറച്ച് കഴിഞ്ഞാലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ അതിലേക്ക് നമ്മൾ തൊലിയെല്ലാം കളഞ്ഞ് ക്ലീനാക്കി വെച്ച ചെറിയ ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ. പിന്നെ അതിലേക്ക് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ച ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ചേർന്നിട്ടുള്ള മിക്സില്ലേ അതും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് അതിൻ്റെ റോ സ്മെല്ല് മാറുന്നത് വരെ നമ്മൾ നന്നായി വഴറ്റി കൊടുക്കണം. ഇതിലേക്ക് ഞാൻ ഉപ്പ് നേരത്തെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മറന്നുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇപ്പോൾ ഉപ്പും കൂടെ ചേർക്കുകയാണ്. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇതിലേക്ക് ചേർക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഉള്ളിയൊക്കെ നന്നായി വഴണ്ടി വരുന്നത് വരെ നമ്മൾ നന്നായി ഇളക്കി കൊടുക്കണം. ഇനി അതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പം ഉള്ളിയൊക്കെ നന്നായി വഴണ്ടി വന്നപ്പോൾ തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് നന്നായിട്ട് തക്കാളി വെന്ത് വരുന്നവരെ ഇളക്കി കൊടുക്കുക. അതിലേക്ക് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പം നമ്മൾ ചേർക്കാൻ പോകുന്നത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടിയും കൂടെ ഇത് പൊടികൾ ചേർക്കുമ്പോൾ നമ്മൾ ഫ്ലെയിം ലോ ആക്കി വെക്കണം കേട്ടോ. ഇല്ലെങ്കിൽ നമ്മുടെ പൊടികൾ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഫ്ലെയിം ലോ ആക്കിയിട്ട് പൊടികൾ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ ഞാൻ അത്ര പ്രൊഫഷണൽ കുക്കൊന്നുമല്ല. ഞാൻ എൻ്റേതായ രീതിയിലാണ് കുക്ക് ചെയ്യുന്നത്. എനിക്ക് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇഷ്ടമാണ്. അപ്പോൾ ഒരു ബിഗിനർ എന്ന രീതിയിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം. ഇനി നമ്മളിതിലേക്ക് മുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇവിടെ എല്ലാവർക്കും മുളക് പൊടിയേക്കാളും താല്പര്യം കുരുമുളകാണ്. അതുകൊണ്ട് മുളക് പൊടി കുറച്ച് ചേർത്ത് കൊടുക്കുന്നുള്ളൂ അപ്പോൾ ഇത് വഴണ്ടി വരുന്ന സമയം കൊണ്ട് ഞാൻ കുക്കറിൽ ബീഫ് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വിസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു 6 to 7 വിസിലാണ് വേവിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് നോക്കി നമുക്കറിയാം ഇതിലേക്ക് നമ്മളെ ഉള്ളിയും തക്കാളിയൊക്കെ ഇട്ട് വഴറ്റിയെടുത്ത സാധനം നന്നായി വഴണ്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ നല്ല വെന്ത ബീഫ് ചേർക്കുകയാണ്. നമുക്കിത് വേണമെങ്കിൽ ചട്ടിയിൽ തന്നെ വേവിച്ചെടുക്കാം. പക്ഷെ അപ്പം നമുക്ക് കുറേ നേരം ഇങ്ങനെ ഗ്യാസ് കൺസ്യൂം ചെയ്യും. സോ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് വെന്തിട്ടാൻ വേണ്ടിയിട്ട് പ്രഷർ കുക്കറിൽ വെച്ചതാണ്. പിന്നെ ഞാൻ അതിലേക്ക് ഇപ്പോൾ ചേർക്കുന്നത് ഗരം മസാലയാണ്. ഇത് എൻ്റെ കസിൻ ഉണ്ടാക്കിയ ഗരം മസാലയാണ് ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. പിന്നെ അതിലേക്ക് കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ ഇത് അടച്ച് വെച്ച് വേവിക്കുകയാണ്. എന്നാൽ അതിൻ്റെ മസാലയൊക്കെ നന്നായിട്ട് പിടിക്കും. അപ്പോൾ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി ലാസ്റ്റായിട്ട് ഞാൻ ഇതിലേക്ക് മല്ലിയില കട്ട് ചെയ്ത് വെച്ചതും കൂടെ ചേർക്കുകയാണ്. നല്ല സ്മെല്ലുണ്ട് കേട്ടോ. അപ്പോൾ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഈ റെസിപ്പി എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റിൽ അഭിപ്രായം പറയണേ.